ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് മത്തങ്ങയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങ എരിശ്ശേരി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ മത്തങ്ങ എരിശ്ശേരിക്കുള്ള മത്തങ്ങ ഇവിടെ റെഡിയാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കിലോളം ഉണ്ടാവും. ചെറിയൊരളവിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പം എല്ലാവരും വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാനിലേക്കാണോ നമ്മൾ ഇത് തയ്യാറാക്കുന്നത് ആ പാനിലേക്ക്, ഒരു കുഴിയുള്ള ഒരു പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരല്പം മാത്രം ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർക്കുന്നത് 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിലുള്ള വെള്ളം മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് 1.5 കപ്പ് നമ്മൾ ചേർത്തത്. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട അരപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4.5 ടേബിൾ സ്പൂണോളമുള്ള നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു നാളികേരത്തിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം മാത്രം ജീരകം. അത് ഞാനൊരു 3-4 സീഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു വരെ ആവാം. പിന്നെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ വെളുത്തുള്ളി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ചെറിയ ഉള്ളി, പിന്നെ 2-3 ഇതള് വേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മഷി പോലെ ഒന്നും അരയേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് നമുക്കിവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്തങ്ങ വേവിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ടൊന്ന് വേവണം. അതായത് നമുക്കൊന്ന് കുറച്ച് ഉടച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്കത് ഉടയാതെ എടുക്കണം. കുറച്ച് നമുക്കൊന്ന് ഉടച്ച് ചേർക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്ലെൻഡറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറിയുടെ ഗ്രേവി എന്ന് പറഞ്ഞാൽ അധികം ലൂസും അല്ല അധികം തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള ഒരു കറി, അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ ഈ കറിയിലെ വെള്ളം കറക്റ്റ് പാകമാണ്. ഇത് കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഒരു നല്ലൊരു കൊഴുത്ത ചാറാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവായിരുന്നു. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചേക്കണതില്ല. അപ്പോൾ അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഉടച്ചും കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ കഷ്ണങ്ങൾ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം, കുറച്ച് ഉടയാതെയും കിടക്കണം. ഈ രീതിയിൽ. അപ്പോൾ ഈ കഷ്ണങ്ങൾ കുറച്ച് ഉടച്ച് കൊടുത്താൽ മാത്രമേ നമ്മളുടെ ഈ മത്തങ്ങക്കറിക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മറക്കരുത്. കുറച്ചൊന്ന് ഉടച്ച് ചേർക്കുക, കുറച്ച് ഉടയാതെയും കിടക്കുക. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും ഒരല്പം മാത്രം ഉലുവയും ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നാളികേരം, ഗ്രേറ്റ് ചെയ്ത നാളികേരമാണ്. അത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ, കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കളർ ആവുമ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മാത്രം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. ആ നാളികേരവും വേപ്പിലൊക്കെ കൂടി അങ്ങോട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു വാസനയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര മതി. ഇതങ്ങോട്ട് നമുക്ക് നമ്മളുടെ മത്തങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സൂപ്പർ കറിയാണ്. ഇത് കണ്ടാൽ തന്നെ ഏത് മത്തങ്ങ കറി കഴിക്കാത്തവരും ഇത് കണ്ടാൽ തന്നെ കഴിച്ചു പോകും. ഇതിലെ എരിവ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പോ അതല്ലെങ്കിൽ അപ്പോ ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.